ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നേ? ഒന്നുമില്ലെങ്കിലും ഒരു സിഗ്മെന്റ് വിഷമി മനസ്സിലാക്കണ്ടേ? ഒരു മിനിറ്റ്. എന്താ രണ്ടുകൂടി ഒരു പരിപാടി? ഇവിടെ അച്ഛന്റെ രണ്ടാം കെട്ട് ചിലക്കാണ്ട് പോടോ. കിട്ടി. അല്ല എന്റെ കടിയുടെ സൂക്കേടൊന്നും മാറിയില്ല. എന്ത് കടി? നാട്ടുകാർ കെട്ടിട്ടടിച്ചതൊന്നും മാറുന്നില്ല. ഇതൊന്നുമല്ലടാ, ഞാൻ ആ ചേച്ചിനോട് ഓണപ്പരിപാടിയുടെ കാര്യം ചോദിച്ചാ. പിന്നെ കുളിക്കാടിയിലാണല്ലോ എന്റെ കോണക പരിപാടി. ഓടായിരുന്നു. അതിനിപ്പോ എന്താ? ഈ അതൊക്കെ വിട്. ഞാൻ ഒരു കോള് കേറ്റാ വന്നത്. എന്ത് കോള്? ഫുള്ള് മണവാള് കിട്ടണ കേസാ. ഫുള്ള് മണവാളനോ? എവിടുന്ന്? ദുർബലിന്റെ അമ്മ തരാന്ന് പറഞ്ഞു. പോടോ, വെറുതെ ആളെ വടിയാക്കാതെ. എന്താ മോളെ ഒരു സിഗ്മെന്റ് ഒരു വിഷമം മനസ്സിലാക്കത്ത്? ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു ഇത്ര കെയറിംഗ് ആയി മനുഷ്യനല്ല. അല്ലെങ്കിലേ നമ്മളവനെ കുടിപ്പിച്ച് നടത്തണം എന്നാ പെരട്ട തള്ള പറയണത്. എന്നിട്ട് അമ്മക്ക് രണ്ട് ഫുള്ളായി തരും. അല്ലടാ, ഇന്ന് രാവിലെ ഞാൻ ഓനെ കൂട്ടാൻ പോയാലോ ഓന്റെ അമ്മ പറഞ്ഞതാ ഓനെ പെണ്ണ് കാണിച്ചാല് 2 ഫുള്ള് വാങ്ങിത്തരാന്ന്. ശരിക്കും നടക്കോ? അങ്ങനെയാണെങ്കിൽ ഓന് ഒരു പെണ്ണല്ല 100 പെണ്ണ് കാണിക്കും. ഇത് നാടിനോട് പറഞ്ഞോ? ഇല്ല. എന്നാ വാ. പെണ്ണ് കേസൊക്കെ ഞാൻ പണ്ടേ വിട്ടതാ. അമ്മിനീന്റെ കാര്യം ഒഴികെ. അല്ലാണ്ട് പെണ്ണിട്ടായിട്ടല്ല. നിങ്ങളങ്ങനെ പറയല്ലേ നാടാ. നിങ്ങളില്ലാണ്ട് ഞങ്ങളെങ്ങനെ ഒരു വൈക്ക് പോവാ? നിങ്ങൾ പോയാ മതിയടോ, ഞമ്മക്ക് ഏജ് ഓവറായില്ലേ. നാടാ ഓന്റെ അമ്മ അങ്ങനെ പറഞ്ഞൊരു കാര്യ. പിന്നെ 2 ഫുള്ള് മണവാളം കിട്ടുന്ന കേസാ. മണവാളനോ? എന്നാ അത് നേരത്തെ പറയണ്ടേ ചങ്ങായിമാരെ. ഓന്റെ അച്ഛന്റെ സ്ഥാനല്ലെങ്കിൽ അതിനെ വായ സമ്മതിക്കോ? ഓൻ സമ്മതിച്ചില്ലെങ്കിൽ ഓനെ തോള് കയറ്റി ഞാൻ കൊണ്ടുപോകും. ഇതിന്റെ കയ്യവിടെ. അല്ലാടാ, ചെക്കനെ കൂട്ടണ്ടേ? ആരെ? ദുർബലനെ. അത് ഞാൻ മറന്നുപോയല്ലോ. ഓൻ ഇപ്പൊ ഏത് കാലിൻ്റെ ഉള്ളിൽ പോയി കിടക്കണേക്കും. എന്തായാലും വരണം കേട്ട് വരി. അല്ലോ നടക്കോ? എന്താവോ എന്തോ. നാടങ്ങളെത്തിരിക്കും മറിഞ്ഞടക്കണ വായിക്ക് തടം കുത്തുന്നു. എന്തെങ്കിലും പണി വേണ്ട ചങ്ങായിയെ. ഈ വന്ന നന്നായില്ലേ, അപ്പൊ മുഴുവനാക്കി. എനിക്ക് കല്യാണമൊന്നും കഴിക്കാൻ വയ്യ. നമുക്ക് ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? നമുക്കും വേണ്ട ഒരു ജീവിതം. നമുക്കാ ഓനെടോ. അതിനിപ്പത്തെ ജീവിതത്തിന്റെ കുഴപ്പം സുഖല്ലേ? അല്ല ദുർബല, ഈ പെണ്ണും കിടക്കുകയൊക്കെ ഇല്ലാത്ത ജീവിതം ഒരു ജീവിതമാണോ? ഇവനെ കൊണ്ട് കുലുക്കിരിക്കാനേ പറ്റുള്ളൂ. അല്ല ദുർബല, അനക്കിനി വേറെ ദുർബലതകൾ ഉണ്ടോ? അതൊന്നുമില്ല. പിന്നെ എന്താ എന്റെ പ്രശ്നം? ഒരു പെണ്ണും പടക്കോഴി കഴിക്കഴിഞ്ഞാൽ എൻ്റെ സമാധാനം പോയി പോകും. ഉള്ള കാര്യം അങ്ങോട്ട് പറയാം. ഈ പെണ്ണും കെട്ടി എൻ്റെ പെണ്ണുങ്ങൾ പെറ്റെടുക്കാൻ കാണാനുള്ള പൂതി ഉണ്ടായിട്ടൊന്നല്ല. എൻ്റെ അമ്മയെ 2 ഫുള്ള് മണവാളാണ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത്. മണവാളനോ? എൻ്റെ അമ്മയോ? ആ തള്ളക്ക് പ്രാന്താണ്. നിങ്ങളെ പറ്റിച്ചിട്ടായിരിക്കും. അല്ലടാ, എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ പിടിച്ച് സത്യട്ടതാ വാങ്ങിത്തരാന്ന്. ഇതേപോലെ പണ്ട് സത്യട്ടിട്ട് എൻ്റെ അച്ഛൻ വെണ്ണീരായി പോയത്. അത് മാത്രല്ലടാ, ആ പെണ്ണിനെ കാണാൻ നല്ല ചുറുക്ക. ഞാൻ കണ്ടതാ. എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിട്ട ഞാൻ വരൂല. നീ വരൂലല്ലടാ. ഞങ്ങളൊക്കെ ആരാ നിനക്ക്? ആരുമല്ലല്ലോ. 1 2 പെക്കടിച്ചിട്ടുള്ളൊരു ബന്ധം അത്രേ ഉള്ളൂ നിനക്ക്. എന്നാലും ഈ മറന്നുപോയൊരു കാര്യമുണ്ട്. അന്നൊരു മഴയുള്ള രാത്രിയിലാണ് ബീവറേജിന്റെ മുന്നിൽ സാധനം കിട്ടാതെ പകച്ചു നിന്ന 16കാരന്റെ മുന്നിലേക്ക് ക്യൂ നിന്ന് ഒരു ഫുള്ള് മണവാളം വാങ്ങി തന്നത് ഈ കൈ കൊണ്ടാടാ. ഞാൻ വിളിച്ചോടാ. ആ കയ്യാ ഇന്ന് നീ തട്ടി മാറ്റിയത്. നിനക്ക് പറ്റുകയാണെങ്കിൽ നാടിന് ഇത് ചെയ്തുകടാ. നാടനങ്ങനെ കലിപ്പിക്കലടാ. പോവാ. എന്നാ വേഗം കിട്ടി നീച്ചിക്കിട്ട് പോര്. വേവാ നീച്ചിട്. നടന്നോട്. ടയറോ ബലൂണോ അവിടെ
അവിടെ എത്തിയേക്കൂലേ? ഇടേ ആ ചങ്ങയടപ്പേ സമയത്രേ? ഒന്ന് അടങ്ങ് നാടാ, ചെക്കപ്പ് വരും. ഇനി അവൻ പറ്റിക്കോ നാടാ? പറ്റിക്കേ? നാടിനൊരു വാക്ക് പറഞ്ഞോ, ആ വാക്കട്ടം തെറ്റിച്ചാലേ ഓൻ്റെ അധോഗതി അയക്കൂ. എന്റെ സ്വഭാവം അറിയില്ല. പിന്നല്ല. നാടാ നോക്കിയേ. എന്റെ ഭഗവതി. എന്താ ദുർബല? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ദുർബലൻ തമ്പുരാൻ. ഇവന് വീണ്ടും ഭ്രാന്തായ. അതെന്തെങ്കിലും ആട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട്. പോനായില്ല, ഒരാള് കൂടി ഉണ്ട്. കിളിയേ, ഇത് ഏതാണ്ട് ഒരു പുതിയ നറി, ഇനി ഓനും കൂടി സഹിക്കേണ്ടി വരുമ്പോളിപ്പോ. ഇതാരടാ? ഏ ഇതാരാ? എന്റെ മാമൻ മോനെ. അയ്യോ മോനെ കയറ. ഒക്കെ 80s ഗ്യാങ് ആണല്ലോ ദുർബല. ചലക്കാണ്ട് അങ്ങോട്ട് കേറാൻ നോക്കടോ. മാമന്റെ മോൻ. പോവല്ലെന്നാല് പോവാ. അയ്യോ വണ്ടിയിട്. പോവാ. തമ്പുരാനെ ശ്രദ്ധിക്കുക. ഓ പോട്ടെ, വണ്ടിയിട്. എന്റെ മായ. നാടാ ആ രണ്ടെണ്ണം അടിക്കാതെ എങ്ങനെ നാടാ പെണ്ണിന്റെ മുഖത്ത് നോക്കുക? അതിനും കൂടി വേണ്ടിട്ടല്ല ചങ്ങായി ഈ 4 പണിക്ക് ഇറങ്ങിയത്. അതിനൊരു വഴി ഉണ്ടെങ്കിലോ? എന്തു വഴി? മണവാളെ. ഇതെവിടുന്നടാ? എന്റെ അമ്മ ഇന്നലെ വാങ്ങി വെച്ച 2 ഫുള്ളില്ലേ, അതിലൊന്ന് ഞാൻ നേരത്തെ വാങ്ങി. അഡ്വാൻസ്. എനിക്ക് വയ്യ. ഈ പൊന്നും കുട്ടീനെയാണോ ഞാൻ ഇത്രയും ചീത്ത അറിഞ്ഞേ? ഇവൻ നമ്മളെ ഗ്യാങ്ങിൽ തന്നെ ചേർത്തേണ്ട ആൾ തന്നെയല്ലേ? ഈ ഒരു കാര്യം ചെയ്യ്, ബാക്കിലേക്ക് പോയിട്ട് 2 എണ്ണം വെച്ചു കൊടുക്കും മണവാളെ. ഞാൻ ചെല്ലും. ഞാനെന്ത് തകർക്കും. ഇറങ്ങ് പെപ്സി. എന്താണ് നാടാ? വണ്ടി എടുക്ക്. ഇത് കണ്ടില്ല, ഈ വണ്ടി സ്റ്റാർട്ടാകുന്നില്ലടോ. ഓ മലര്. നടട്ടാ, ആ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കി, ഞാൻ അത് പൊട്ടിച്ചോയി. എന്നാ നോക്കിയടോ, ഇറങ്ങി നോക്കി. നിങ്ങളത് നോക്കിട്ടോ, ഞങ്ങളിപ്പോ നോക്കാം. ഇതെന്തോലൊക്കെയാണോ? വണ്ടിക്ക് നല്ല പണിയാട്ടാ കിട്ടി. അതിന് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ അറിയോ? ഇപ്പൊ വണ്ടിന്നപ്പോ മനസ്സിലായില്ലേ? ഈ ദുർബലിനെ കൊണ്ട് എങ്ങോട്ട് ഇറങ്ങിയാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. സ്ഥലം കണ്ടിട്ട് പരിസരത്ത് എവിടെ ഒരു വർഷാപ്പ് പോലും ഇല്ലാന്ന് തോന്നുന്നു. പറയുമ്പോൾ തന്നെ അതൊരു പൊട്ട സാധനമാണല്ലോ. നാളാ ആ പെണ്ണാൾ നടക്കൂലേ, കുപ്പിട്ടൂലേ? ഈ ആ ചങ്ക് കൊള്ളണ വർത്താനൊന്നും പറയല്ല ചങ്ങായിയെ. ഓ ജസ്റ്റ് ആ എന്നാ പിന്നെ ഈ ഓരോന്നുകൂടി അടിച്ചട്ടോ. പിന്നെ തീർക്കല്ലേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഡ്രൈവറായി പോയി അല്ലേ, ഓരോന്നും കൂടി ഇടേ നിൽക്കൂ. അടിച്ചു തീർക്കും. അയ്യോ അയ്യോ സുഖല്ലേ? നാടാ, ആ ഞമ്മക്ക് അങ്ങോട്ടൊന്ന് നടന്നു നോക്കിയാലോ? ഏതുവരെ നടക്കാം നമ്മള്? ഇടാ നമ്മളാ കുടിച്ചിനല്ല വരുന്നേ, ഓൻ തന്നെയല്ലേ? ഇവനെങ്ങോട്ടായി ബാഗൊക്കെ ആയിട്ട്? ഇവനെന്തോ പോളിടെക്നിക്കിലൊക്കെ പഠിച്ചതല്ലേ? ആ എന്നാ പിന്നെ യന്ത്രങ്ങളുടെ പ്രവർത്തനമൊക്കെ ഓന് ശരിക്കും മനസ്സിലാവും. ഓനെ പിടിക്കാൻ വെക്ക്. ഇത്
നിർത്ത് നിർത്ത് നിർത്ത്. നിർത്ത് അയ്യോ എന്താണ് സൈഡാക്ക്. ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ കൊണ്ടുപോണത്. എടാ താരാ പോയത്? കാര്യം എന്താണ്? ഈ അങ്ങോട്ട് ഈ ബാഗ് ആയിട്ട് എല്ലാം ഒളിച്ചോട്ടാണോ? ഒളിച്ചോട്ടോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഇവിടെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അങ്ങോട്ട് പോവാ. ഇത് ഈ നാട്ടിലോ ഇത്രയും വലിയ വേഗമായിട്ടോ? അതിന് പോക്കണ്ട. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഈ ചെക്കനെ വെറുപ്പിക്കല്ലേ. ഒന്ന് നോക്കടാ, പൊന്നും കുട്ടിയല്ലേ. ഞങ്ങളെ വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. ഈ ഒന്ന് നോക്ക്. ഈ പോളിടെക്നിക് കഴിഞ്ഞ ആളല്ലേ, ഒന്ന് നോക്കടാ. ശരിയാവില്ല. ഓളടെ കാത്തുക്കണ്ട്. ഓളോ? ഓളോ ഏതോ ഓന് ഞാൻ ഓൻ്റെ ഈ കാര്യം പറയണം. നിങ്ങൾ ഇതിലൂടെ കേൾക്കണേ. ഒന്ന് നോക്കടാ. പിന്നെ ഈ വണ്ടി നന്നാക്കണല്ലോ എൻ്റെ പണി. നമുക്ക് 2 പേക്ക് മണവാളം തരാം. ഒന്ന് നോക്കടാ. മണവാളനോ? ഇത് പറയണ്ടേ നേരത്തെ. വണ്ടി ഒന്നുകൂടി ഇങ്ങോട്ട് പോവാ. ഇതേ നീ അവൻ്റെ പെട്രോൾ കുഞ്ഞിട്ടുള്ള ഓക്സിജൻ പിന്നെ മാറ്റമത്തിന് വന്നോ. അതന്നെ അടുത്ത് അല്ലടോ, ഈ എന്തൊക്കെ യൂരി എറിയണേ? അനക്കത് വല്ല അറിയോ? നേട്ടാ ഇയാളുടെ വെറുപ്പിക്കലറി. ചങ്ങായിനെ കൊണ്ടൊന്നും കയ്യൂല നാടാ. എടാ സ്കിബിഡി മോനെ, അധികം ഡയലോഗ് അടിച്ച് അടിച്ചതിന്റെ ജോല ഞാൻ തിരിക്കും. ലുക്ക് മിസ്റ്റർ നാരട്ടെ, ഇങ്ങനത്തെ ആൾക്കാരെല്ലാം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല. എടാ ചങ്ങായിമാർ, ഞങ്ങൾ എല്ലാവരും കൂടെ മൂപ്പരെ വെറുപ്പിക്കല്ലേ. ഓനത് നോക്കിക്കോട്ടെ. യെസ് ട്രൂ. ഈ ഭൂമിക്ക് ചുവടിലെ സകലമായ ഭാരം പൂരിച്ച് ഈ ദുർബല സ്വന്തമാണ്, അറിയോ? ഫ്രീ ആയിട്ട് അടിക്കാം. മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും ദുർബലിന് തുണിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ നമ്മളെ ശരി. അല്ല നേരട്ടാ, നിങ്ങൾ സാധനം അടിക്കുമ്പോ വെള്ളം ഒഴിക്കൂല? വെള്ളവും സോഡയും ഒക്കെ ഞാൻ ഒഴിക്കില്ല. അതേ മല്ലിയിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതിന്റെ കാർബറേറ്ററിൽ വെള്ളമല്ല മനുഷ്യ. ഇത് തന്നെയാണ് എനിക്ക് ആദ്യമേ തോന്നിയത്. എടാ കിളിയാ, ഒരു പി വെള്ളം എടുത്തോ. വിളിക്കുന്ന വെള്ളം എടുത്തു കൊള്ളാ. സോഡ അറിയോ? ഒരു പി വെള്ളം കണ്ട് എടുക്കടാ. ഇത്തിരി കൊഴുത്താ മതിയാ. ഈ ഒന്ന് പോയി നോക്ക്. നാടാ ആടാ നാടാ ഇങ്ങോട്ട് വാ. നീ എന്തൊക്കെയാണല്ലോ പുതിയ കേസ്. അയ്യോ മണവാള. പെണ്ണല്ലോ നാളെ എന്നെ ഒന്ന് കാണിക്ക്. ഞാനൊന്ന് കണ്ടോട്ടെ എന്നെ കാണിക്ക്. ഞാനൊന്ന് കണ്ടോട്ടെ. ഈ പഞ്ഞാളെ രണ്ടിനും ചോട്ടി ബോധം കിട്ടിയാലോ? ബോധമില്ലാത്താലോ ബോധം കെടുത്തിട്ട് എന്ത് കാര്യ? ആ പഞ്ഞാളെ രണ്ടിനടുത്ത് തോട്ടിലിടാൻ വേണ്ടേ? ഇനി ഇതും പറഞ്ഞിരുന്ന കാര്യമില്ല, നേരെ മോന്തിയായി. പിന്നെ എന്താ ചെയ്യാ? ഈറ്റയാളിപ്പോ ആകെ ഒരു കുപ്പിയല്ലേ അടിച്ച് തീർത്തുള്ളൂ. ഇനി ഒരു ഫുള്ള് മണവാളം കൂടിയില്ലേ. നമുക്ക് ഓനെ പെണ്ണ് കാണിച്ച് അതുകൂടി കിട്ടൂലേ. ഈ കോലത്തിൽ എങ്ങനെയാടോ ഓനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകുക? ചേമ്പ് ഇനി കിളിനെ കൊണ്ട് പറയിച്ചാ പോരെ? അതിനാ ബ്രോക്കർ ഉണ്ടാവില്ലേ ആടാ, ഓന്റെ അമ്മേനെ വിളിച്ചറിയൂലേ. പെണ്ണ് വന്നോ നാടേട്ടാ? ഇല്ല മോനെ, ഈ കിടന്നോ, ഞാൻ എന്നെ വിളിക്ക. അതല്ല, ഈ ബ്രോക്കർ ദുർബലിനെ കണ്ടുണ്ടാവോ? എവിടുന്ന്? അങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് അയാൾ നിൽക്കുവോ? അങ്ങനെയാണെങ്കിൽ ദുർബലിനാന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആരെങ്കിലും കാണിച്ചാ പോരെ? അതിനിപ്പോ ആര് വരൂ? എന്തേ
ആടാ ഇതൊക്കെ കൂടി പഞ്ചായത്താവുന്നാട്ടോ എനിക്ക് തോന്നുന്നു. എനിക്കാണെ കല്യാണ പ്രായമായില്ല. നിന്നെ ആർക്കാടാ അവിടെ അറിയാം. നമ്മളവിടെ പോകുന്നു, പെണ്ണ് കാണുന്നു, പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു, തിരിച്ചിറങ്ങുന്നു, സാധനം വാങ്ങുന്നു, അടിക്കുന്നു, ഫ്ലാറ്റ് ആവുന്നു. എന്താ പോരെ? അത്രേ ഉള്ളൂ. മൂഞ്ചെല്ലാം കൂടി എന്താവും എന്തോ. എനിക്കല്ലോടി പേടിയാന്നു. അതൊന്നും ആവില്ല, ഈ മിണ്ടായിരിക്കി. അതല്ല നാടാ, ഞമ്മളെങ്ങോട്ട് ഈ അന്തവും കുന്തില്ലാതെ പോണത്. നിങ്ങളാ ബ്രോക്കർ ഒന്ന് വിളിച്ചു നോക്കി. പറയുമ്പോൾ തന്നെ ഞാനത് മറന്നുപോയി. ഹലോ, ബ്രോക്കറല്ലേ? ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ എന്തേ? തന്നെയോ? ഞങ്ങളെ നാട്ടിലെ ചങ്ങായിട്ടോ? അതാരാ? ഇപ്പം എന്താ ചെയ്യാ? ആ ആയിക്കോട്ടെ, എന്നാ ശരിയാ. എന്താ എന്താന്ന്? ഓ, നിന്ന് മോങ്ങാതെ കാര്യം എന്താ പറഞ്ഞ? ഓള് ഒളിച്ചോടി പോയടാ വേറൊരുത്തന്റെ കൂടെ. മലര് നമ്മളെ നാട്ടിലെ ഏതോ ചെക്കൻ്റെ കൂടെ ഓള് ഇഷ്ടത്തിനേലും പോലെ ഓന്റെ കൂടെ തന്നെ ഈ ഓള് പോയത്. നമ്മളെ നാട്ടിലോ? ആ, അതിപ്പോ ഏതാ തെണ്ടി? ആർക്കറിയാം. ശരിയാവില്ല. ഓളടക്കാത്ത ഓളോ? ഓളല്ല ഓന്. ആടാ വണ്ടി എടുക്ക്. വണ്ടി എടുക്ക, ആളെ കെട്ടി. ആരാണ് കാര്യം പറയും? നമ്മളെ വണ്ടി തന്നേക്കില്ലേ ഓൻ തന്നെ. ആര് കുടിച്ചനോ? ആ ഓൻ തന്നെ. ഓനല്ലാണ്ട് ഇപ്പൊ ആരാ ആടുന്ന് ഇങ്ങോട്ട് വരേ? ആ നാറിയെ വിടരുന്നിട്ടോ. ഓനടെ ഒരു പുള്ളിന്റെ പൈസ വേണോ? ഓന് രണ്ടെണ്ണം കൊടുത്തിട്ട് വിട്ടാ മതി. ആ അത് തന്നെ. ആടാ വണ്ടി എടുക്കാടാ. അമ്മൂമ്മന്റെ പ്രേമം. ഓനല്ലടാ പോന്ന്. ആ ഓൻ തന്നെ സൈഡാക്കാടാ. ഒന്ന് നായിന്റെ മോനെ വിടരുത്. എന്തേ? എവിടെ പന്നിയാ പെണ്ണ്? എവരോള്? ഏതോള്? എന്റെ കാർബറേറ്റർ പൊളിക്കും ഞാൻ. ആരെ കാര്യങ്ങളീ പറയണേ? എന്റെ കൂടെ ഒളിച്ചൂടിയാ പെണ്ണോടേന്ന്. ഓഹോ, ഓളങ്ങളല്ലേ പെണ്ണ് കാണാൻ വന്ന്? എന്തിനാ പൊന്നുമോനെ ഈ കരീണ്? എന്താ കുറിച്ച കാര്യം പറയും? അതില്ലേ, ഞങ്ങളുടെ ഇതിലോ ഒളിച്ചോടാൻ തീരുമാനിച്ചു കഴിഞ്ഞേ. എന്നിട്ട് ഒളിച്ചോടി. ഇങ്ങോട്ട് ഓളോ? ഓളിന്റെ കൂടെ അല്ലേ ഒളിച്ചോടി? പിന്നെ ഞങ്ങൾ ഒളിച്ചോടാൻ പോയപ്പോ വേറെ ഏതോ ഒരു തണ്ടിന്റെ വണ്ടി എടുത്തിട്ട് ഓളെ കൂടെ പോയി. എന്നിട്ട് ഓളിച്ചോട് ബൈ ബൈ ബെസ്റ്റ് ഇത് പറഞ്ഞിട്ട് ഓള് പോയി. സാരില്ലടാ, ഇത്രയല്ലേ ആയുള്ളൂ. അതുള്ള കാര്യം ഓള് സാരില്ലടാ, ഇത്രയല്ലേ ആയുള്ളൂ. അതല്ല വിഷമം, രണ്ടെണ്ണം അടിക്കാൻ പറ്റില്ല ഉള്ള വിഷമത്തിലാണ് ഞാൻ. അതിനാണ് പേരുണ്ട്. പൊട്ടി അവ